നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ കാണുന്ന മറ്റൊരു ഇക്വേഷനാണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതെങ്ങനെ വന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈനിൻ്റെ ടോട്ടൽ ലെങ്ത് എ ആണെന്ന് വിചാരിക്കുക. ആ ലൈനിനെ രണ്ടായിട്ട് ഭാഗിക്കുകയാണ്. ഈ ഭാഗത്തെ ബി എന്ന് വിളിക്കുകയാണ്, ഈ ഭാഗത്തെ എ മൈനസ് ബി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈനിനെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു സ്ക്വയർ ഉണ്ടാക്കുകയാണ്. ഇതാണ് സ്ക്വയർ. ഇതൊരു ഭാഗമാണ്, ഇതൊരു ഭാഗമാണ്, ഇതൊരു ഭാഗമാണ്. ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിനെ ഇവിടെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗം ബി ആവും, ഈ ഭാഗം എ മൈനസ് ബി ആവും. അതേപോലെ ഇവിടെയും ഡിവൈഡ് ചെയ്യാം. ഈ ഭാഗം ബി ആവും, ഈ ഭാഗം എ മൈനസ് ബി ആവും. ഓക്കെ, പിന്നെ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു സ്ക്വയർ നമ്മൾ ഇതുപോലെ ഈ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുക, ഇതേപോലെ ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഓരോ ചെറിയ 4 സ്ക്വയറായിട്ട് നമുക്കിതിനെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്ക്വയറിൻ്റെ ഒരു ഭാഗം എ ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇത്, ഇത്രയും ഭാഗങ്ങളുടെയും ഏരിയകൾ ആഡ് ചെയ്താലാണ് സ്ക്വയറിൻ്റെ ഏരിയ കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം എന്താ വരിക എന്നുള്ളത്. അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതെന്തായിരിക്കും, ഇതിൻ്റെ ഏരിയ ബി സ്ക്വയർ ആണ്. ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും, ഇത് എ മൈനസ് ബിയും ഇത് ബി ആയതുകൊണ്ട് ഇതെന്താവും എ മൈനസ് ബി ഇൻറ്റു ബി എന്ന് എഴുതാം. പ്ലസ് ഇത് എ മൈനസ് ബി, ഇത് എ മൈനസ് ബി, ഇത് ബി ആയതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ഈ ഒരു സ്ക്വയറിനെ എ മൈനസ് ബി ഇൻറ്റു ബി എന്ന് എഴുതാം. പ്ലസ് പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, ഇതിൻ്റെ ഭാഗം എ മൈനസ് ബി ആണ്, ഇത് എ മൈനസ് ബി ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ അതൊരു സ്ക്വയർ ആയതുകൊണ്ട് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വരിക, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, ബീനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എ ബി മൈനസ് ബി സ്ക്വയർ പ്ലസ് വീണ്ടും അതുപോലെ തന്നെ വരും എ ബി മൈനസ് ബി സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. പിന്നെ ഇവിടെ ഒരു ബി സ്ക്വയർ ഉണ്ട്, പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ ഒരു മൈനസ് ബി സ്ക്വയർ ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, അത് പോയി. പിന്നെ എ മൈനസ് ബി ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്. ആ രണ്ടും കൂടെ ചേർത്താൽ 2ab എന്ന് എഴുതാൻ പറ്റും. ഇവിടെ മൈനസ് ബി സ്ക്വയറും ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2ab മൈനസ് ബി സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും ഇതിനെ. ഓക്കെ ആണോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണല്ലോ വേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് ഇക്വേഷൻ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് മൈനസ് ബി ആകുമ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ബി ആവും, 2ab പ്ലസ് ആ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നത്.